തൃശ്ശൂരാണ് ഏറ്റവും ചർച്ചയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. തൃശ്ശൂരാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. അടിയടക്കം പൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. DCC ഓഫീസിൽ അടിക്ക് കുറവില്ല, ഇന്നലെയും അടി പൊട്ടി. ഏതായാലും ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പരാജയവും കോട്ടയടിയും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ KPCC നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും കുറേ കാലം KPCC കുറേ അധികം അന്വേഷണ കമ്മീഷനുകളെ നിയോഗിച്ചതാണ്. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ KPCC ഓഫീസിൻ്റെ തട്ടുംപുറത്ത് ഇപ്പോഴും പൊടി പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ പോകും, എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ കമ്മീഷനുകളെയൊക്കെ പരിഹസിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഇതൊക്കെ ആ അനുഭവങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാകാം മുരളീധരൻ അതിനെ പരിഹസിക്കുകയും ചെയ്തത്. ഏതായാലും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ KPCC 3-അംഗ സമിതിക്ക് ചുമതല. തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MB വിൻസെന്റും കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടുണ്ട്. TN പ്രതാപനെയും അനിൽ അക്രയെയും നടപടികളിൽ നിന്നും ഒഴിവാക്കിയതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിഷേധമുണ്ട്. അതേസമയം പരാതി നൽകിയ സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണവും ഉണ്ടായിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് അജ്ഞാത സംഘവും എത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. തിയോഫിൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. എന്താണ് തൃശ്ശൂരിൽ പുതുതായി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയണം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഇന്ന് തൃശ്ശൂർ DCCയിൽ പോകുന്നുണ്ടോ? മനു, എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാറി മാറി ഓരോ സംഭവങ്ങൾ പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വിഷയം അവസാനിപ്പിക്കുക എന്ന ഒരു തീരുമാനത്തോടു കൂടി ഞാൻ ചോദിച്ചത് ഇന്നും തൃശ്ശൂർ DCCയിൽ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നലെയും ഒരു ആവശ്യവുമില്ലാതെ അടിപൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തു വേണം പോകാൻ. അവിടെ ടർബോ മോഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, നമുക്ക് വാർത്തയിലേക്ക് വരാം. തിയോഫിൻ, എന്താണ് ഇപ്പോൾ ഒരു 3-അംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ജോസ് വള്ളൂരിനും ഈ പറയുന്ന MB വിൻസെന്റിനുമെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആരോപണ വിധേയരിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മറ്റു 2 പേർ, അത് TN പ്രതാപനും അനിൽ അക്രയുമാണ്. അവർക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടുമില്ല ആരും. അതുകൊണ്ട് തന്നെ ഈ നടപടികളിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുമില്ല. ഇപ്പോൾ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർക്കും നേതാക്കൾക്കും അനിൽ അക്രയ്ക്കും പ്രതാപനുമെതിരെ നടപടിയെടുക്കാത്തതിൽ അമർഷമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇതൊക്കെ തുടരാനാണോ സാധ്യത? മനു, എന്തെങ്കിലുമൊക്കെയായി പ്രശ്നങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് സൂചന. ഇത് താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ 2 പേർക്കെതിരെ നടപടിയെടുത്ത് കർശന നിർദ്ദേശം നൽകി ഇവരെ കൊണ്ട് രാജിവെപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രധാനമായും തുടക്കം മുതലേ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്ന ആരോപണം TN പ്രതാപനും അനിൽ അക്രയ്ക്കും എതിരെയാണ്. TN പ്രതാപനെതിരെ ആരോപണം ഉയർന്നു വരാനുള്ള ഒരു പ്രധാന കാരണം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. അതായത് നമുക്കറിയാം, TN പ്രതാപനെ മാറ്റിയാണ് കെ മുരളീധരനെ കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ പരാജയം ഉറപ്പാക്കിയ TN പ്രതാപൻ വളരെ തന്ത്രപൂർവ്വം ഇതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ കെ മുരളീധരനെ കൊണ്ടുവരുമ്പോൾ താൻ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് വേണ്ടി അവിടുത്തെ അന്നത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാമല്ലോ. പത്മജ കോൺഗ്രസിലേക്ക് പത്മജ BJPയിലേക്ക് പോയ സാഹചര്യം, അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നിർണായക തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നത്. അങ്ങനെ ആ ഒരു ക്ഷീണം മറികടക്കുന്നതിന് വേണ്ടിയാണ് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതും. അദ്ദേഹത്തോട് വലിയ വാഗ്ദാനങ്ങൾ നൽകി തൃശ്ശൂർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പിടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തെ വളരെ ദയനീയമായി ഇവിടെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് കെ മുരളീധരനെ നയിക്കുക, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയമാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് മുരളീധരൻ എത്തുന്നതിന് മുൻപ് തന്നെ തന്റെ പേരിലുണ്ടായിരുന്ന ചുവരെഴുത്തുകൾ മാച്ച് മുരളീധരന് വേണ്ടി പേരെഴുതുന്ന വളരെ നാടകീയമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വന്നെത്തിയ ശേഷം അദ്ദേഹത്തെ വിയർക്കുന്ന കെ മുരളീധരനെ തോർത്തുകൊണ്ട് തുടച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് ഉമ്മ വയ്ക്കുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ മനു, ഇതിന് ശേഷം, ഈ പരാജയത്തിന് ശേഷം യൂദാസിന്റെ ചുംബനമായിരുന്നു അതെന്ന രീതിയിലാണ് ട്രോളുകൾ. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. ഈ പരാജയത്തിന് കാരണം TN പ്രതാപനും അനിൽ അക്രയും ഉൾപ്പെടെ ഉള്ള നേതാക്കളുടെ ഒരു സംഘമാണ്. പക്ഷേ കീ പോസ്റ്റിൽ ഇവിടെ ഇരുന്നത് ജോസ് വള്ളൂർ ആയതുകൊണ്ടാണ് ജോസ് വള്ളൂരിന്റെ നേരെയും വിരലുകൾ ചൂണ്ടപ്പെട്ടത്. പക്ഷേ ജോസ് വള്ളൂരിനെയും MB വിൻസെന്റ് ജില്ലാ UDF കൺവീനർ ചെയർമാൻ ആയിരുന്ന MB വിൻസെന്റിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമായിരുന്നു സംസ്ഥാന നേതൃത്വം നടത്തിയത്. പക്ഷെ അതിൽ വലിയ അതൃപ്തി കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. കാരണം പ്രത്യേകിച്ച് കെ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചവർക്ക്. എന്തായാലും അവർ TN പ്രതാപനും അനിൽ അക്രയ്ക്കും എതിരെ നടപടി ആവശ്യപ്പെടും. പക്ഷേ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം അനിൽ അക്രയെയും TN പ്രതാപനെയും ഇവിടെ പല കാര്യങ്ങൾക്കും കണ്ടിട്ടില്ല. DCCയിൽ പോലും ഇവരാരും എത്തിയിട്ടില്ല. അതിനു മുൻപ് എന്ത് കാര്യത്തിലും പ്രതികരിക്കുന്ന ആളുകളായിരുന്നു ഇവർ. വളരെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ
കെ മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ഇവരെ ആരെയും പ്രചാരണത്തിന് കണ്ടിട്ടില്ല. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയതിന് കാരണം. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരന്റെ വിജയം ആഗ്രഹിച്ചിരുന്ന പ്രവർത്തകരെല്ലാം ഈ പരാജയത്തിന് കാരണം ഇവരാണ് എന്നത് തുറന്നു പറയാൻ തീർച്ചയായും അത് തയ്യാറായത്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് വിഷയമാണ്. ആ ആണ് ആരോപണം ആദ്യം ഇപ്പോഴും അവിടെ പ്രതിഷേധം നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് തൃശ്ശൂരിലെ പ്രവർത്തകരും കുറെ നേതാക്കളും ഒക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.